Download now. CC Learning App. ഹായ് ഫ്രണ്ട്സ്, കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. CCP പഠിക്കുന്ന കുട്ടികൾ, CSCPക്ക് വേണ്ടി സീരിയസ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് സ്ഥിരമായി നേരിടുന്ന ഒരു പ്രശ്നത്തെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, GK ഭാഗത്ത് നിന്ന് 10 ചോദ്യങ്ങളാണ് ചോദിക്കാറ്. അത് തന്നെ വളരെ റാൻഡം ആയിട്ടല്ലേ ചോദിക്കുന്നത്. നമുക്കൊരു ഐഡിയ ഇല്ല എന്ത് ചോദിക്കും. സോ നമ്മൾ കാര്യമായിട്ട് എന്ത് ചെയ്യാറില്ല, ആ ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകാറില്ല. എന്നാൽ ഒഴിക്കേണ്ട കാര്യമാണോ അത്? വേണ്ടാന്ന് വെക്കേണ്ട ഒരു ടോപ്പിക്കാണോ GK? അല്ല, പഠിക്കേണ്ടത് തന്നെയാണ്, വിട്ട് കളയേണ്ടതല്ല. സോ അങ്ങനെ ഇരിക്കെ എങ്ങനെ വേണം GK നോക്കിക്കാണാൻ? അതിൽ തന്നെ ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. അതായത് ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇന്ത്യൻ പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന, ആർട്ടിക്കിൾ എന്നെല്ലാം നമ്മൾ പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. ആ പാർട്ടിനെ എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കാം, അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ചോദ്യം എങ്ങനെ പഠിക്കാം, അതാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം. ഇനി CCയെ പറ്റി ആദ്യമായിട്ട് മനസ്സിലാക്കുന്നവരും ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരും ഇപ്പൊ തന്നെ പോയി ഡൗൺലോഡ് ചെയ്യുക. കുറെ കറണ്ട് അഫയേഴ്സ്, ഫ്രീ കറണ്ട് അഫയർ, ഫ്രീ ക്വിസുകൾ, കുറെ ആക്ടിവിറ്റീസ് എല്ലാം ആപ്പിൽ ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഇപ്പോഴേ പോയി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, CCയുടെ ഒരു ഭാഗമായി മാറുക. എന്നിട്ട് നമുക്ക് നോക്കാം എത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് CSEBയിലുള്ള ഒരു ചോദ്യം. CSEBയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്ന് ആർട്ടിക്കിളുകൾ, പാർട്ടുകൾ, ഷെഡ്യൂളുകൾ, ഇങ്ങനെ പല പേരുകളിലും കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണിത്. അങ്ങനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങളെ പേടിപ്പിക്കുന്ന ഒരു ഏരിയ ആയിരിക്കാം, കാണാതെ പഠിക്കണം എന്ന് വിചാരിക്കുന്ന ഏരിയ ആയിരിക്കാം. പക്ഷേ ആ ഭാഗത്ത് വെച്ചിട്ടുള്ള ചോദ്യം എന്താ നോക്ക്. BR അംബേദ്കർ എന്ന് പറയുന്ന ആള് അല്ലേ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പിതാവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നൊക്കെ പറയും നമ്മള്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത ആളാണ്. അയാൾ പറയാണ് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹൃദയവും ആത്മാവും എന്ന് പറയുന്ന ആർട്ടിക്കിള് ഇന്നതാണെന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് അല്ലേ? ഇമ്പോർട്ടന്റ് അല്ലേ? നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്ന കുറച്ച് ആളുകളുടെ പേരിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേരാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ. ഇനി വേറെ ഉള്ള ഒരാളാരാ? ജവഹർലാൽ നെഹ്റു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജവഹർലാൽ നെഹ്റു. നെഹ്റുവിന്റെ കോൺട്രിബ്യൂഷൻ എന്താ? പ്രിയാമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം എന്ന് നമ്മൾ പറയും. പ്രിയാമ്പിൾ എന്ന് പറയുന്ന പാർട്ട്. ഈ പ്രിയാമ്പിള് ആരുടെ ഐഡിയ ആണ്? ഓക്കെ, പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ആരുടെ ഐഡിയ? നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു സ്പീച്ചിൽ നിന്നാണ് പ്രിയാമ്പിൾ നമ്മൾ എത്തിപ്പെട്ടത്, ആമുഖത്തിൽ എത്തിപ്പെട്ടത്. ആമുഖത്തിന് ഒരു കണ്ടന്റ് വേണ്ടേ? ആ കണ്ടന്റ് കിട്ടിയത് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു സ്പീച്ചിൽ നിന്നാണ്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സ്പീച്ചിൽ നിന്നാണ് ആ കണ്ടന്റ് കിട്ടിയത്. ആ കണ്ടന്റാണ് നമ്മൾ എടുത്ത് എന്ത് ചെയ്തത്? കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖമായിട്ട് ഇട്ടത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ആര്? അംബേദ്കർ. അംബേദ്കറിനെ പറ്റി പഠിക്കുക. ഇതുപോലെ സവിശേഷമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ അവർ ചോദിക്കുന്നത്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ നോക്കി വെക്കാം. അതിൽ തന്നെ ഈ ചോദ്യം വന്നേക്കുന്ന എവിടെ നിന്നിട്ടാ? ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്നിട്ടാ. ഒരു മനുഷ്യന്, ഒരു ഇന്ത്യക്കാരന് കിട്ടേണ്ട അവകാശങ്ങൾ, മൗലിക അവകാശങ്ങൾ. സോ ചോദ്യം ചോദിക്കാൻ പോകുന്നത് കോർ ഏരിയയിൽ നിന്ന് തന്നെയാണ്. ഭയങ്കര റാൻഡം ആണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് വലിച്ചു വാരി ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല. കോൺസ്റ്റിറ്റ്യൂഷനിലും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ കാണും നിങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്തത് വീണ്ടും വന്നിട്ടുള്ളത് ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഒരു ആർട്ടിക്കിളാ. മൗലിക അവകാശം, അതായത് പ്രസ് ഇൻ ഇന്ത്യ, പ്രസ് ഫ്രീഡം ഇൻ ഇന്ത്യ എന്ന് പറയുന്ന അവകാശം ഏത് മൗലിക അവകാശമാണ്? എത്രാമത്തെ ആർട്ടിക്കിളാണ്? പ്രസ് ഫ്രീഡം ഇൻ ഇന്ത്യ. അത് ഏത് മൗലികാവകാശമാണ് ചോദിക്കുന്നത്? പ്രസ് ഫ്രീഡം ഇൻ ഇന്ത്യ. അതും എന്താണ്? ഒരു മൗലികാവകാശമാണ്. നേരത്തെ പറഞ്ഞ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞതും മൗലികാവകാശമാണ്. ഈ മൗലികാവകാശങ്ങളെ പറ്റിയിട്ട്, DPSPനെ പറ്റിയിട്ട്, നമ്മുടെ ഡ്യൂട്ടീസ്, കർത്തവ്യങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഈ ചോദ്യം ഇങ്ങനെ കണ്ടു. അടുത്ത ചോദ്യം. സോ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് അതിന്റെ ഉത്തരമൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഉത്തരം പറയാതെ മുന്നോട്ട് പോകില്ല. ഈ ചോദ്യങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഏരിയ ആണ്. ഏത് ഏരിയ ആണ്? ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഏരിയ ആണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയ. അടുത്തത് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ഏരിയ കണ്ടോ? സോ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വളരെ കൂടുതലാണ്. DPSP എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വളരെ കൂടുതലാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടി, കർത്തവ്യങ്ങൾ എന്ന് പറയുന്ന മൗലിക കർത്തവ്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, ആ ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളും കൂടുതലാണ്. സോ ആ 3 ഏരിയകൾ എന്തായാലും പഠിക്കണം. ആ ഏരിയകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ 3 ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങളുടെ ഉത്തരവും. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരങ്ങൾ കണ്ടു. A ആണ്, ആർട്ടിക്കിൾ 32 ആണ്.
ഈ സെയിം ചോദ്യം വേറൊരു CSB ചോദ്യത്തിന് റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ആൻസർ എന്തായിരുന്നു? ആർട്ടിക്കിൾ 32 തന്നെയായിരുന്നു. ഈ ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തെ ആർട്ടിക്കിൾ മുതൽ ഏകദേശം ആർട്ടിക്കിൾ 1 മുതൽ ആർട്ടിക്കിൾ 32 വരെയുള്ള ആർട്ടിക്കിളുകളെ, ആർട്ടിക്കിൾ 1 മുതൽ 32 വരെയുള്ള ആർട്ടിക്കിളുകൾ നിങ്ങൾ കാണാതെ പഠിക്കുന്ന നല്ലത്. അതിൽ തന്നെ 13 മുതൽ 32 വരെയുള്ള ആർട്ടിക്കിളിലുള്ള ചോദ്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ചോദിക്കുക. എത്രയാ? 13 മുതൽ 32 വരെയുള്ള ആർട്ടിക്കിളെ നമ്മൾ ഫണ്ടമെന്റൽ എന്ത് വിളിക്കുക? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന്, അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്ന് വിളിക്കുക. ആ ഭാഗം നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക. ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, മനസ്സിലാക്കാൻ പറ്റും. ഈ 3 ചോദ്യങ്ങളും ഏത് ഭാഗത്ത് നിന്നാണ് ചോദിച്ചിട്ടുള്ളത്? 32 വന്നു. അതായത് 13നും 33നും ഇടയിൽ, 32നും ഇടയിലാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം വീണ്ടും, അടുത്ത ചോദ്യത്തിന് ഉത്തരം ഏതാ നടക്കുന്നത്? 19ാമത്തെ ആർട്ടിക്കിൾ. കണ്ടോ? സോ ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ള ചോദ്യങ്ങൾ വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ 10 മാർക്കിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഇന്ത്യൻ പൊളിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അതിൽ തന്നെ അത് എന്താവാനുള്ള സാധ്യത കൂടുതലാ? അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്നും DPSP എന്നുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഈ ചോദ്യത്തിന് ആൻസറിലേക്ക് എത്തുന്നതിന് മുന്നേ ഏതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റുകളാണ് ഇന്ത്യക്കാരനുള്ള, ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ നിങ്ങൾക്ക് ഏതൊക്കെ അവകാശങ്ങളാണ് കിട്ടേണ്ടത്? ഒന്നാമത്തെ സമത്വം എന്ന് പറയുന്നത്. സമത്വം എന്ന് പറയുന്ന അവകാശം വരുന്നത് ആർട്ടിക്കിൾ 14ലാണ്. റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തെ പറ്റി സംസാരിക്കുന്നത് ഏതൊക്കെ ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 14 മുതൽ താഴോട്ടാണ്. ഒന്നാമത്തെ ആർട്ടിക്കിൾ 14 എന്ന് പറയുന്ന ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്ന ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏത് ഇന്ത്യക്കാരനും. ഇപ്പൊ നിങ്ങളെ വേറൊരാളെ വെച്ച് ഒരു വിവേചനം ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് വേറെ ആൾക്ക് സീറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സീറ്റ് കിട്ടാത്തൊരവസ്ഥ, റിസർവേഷൻ ഇല്ലാത്ത ഒരാൾക്ക് സീറ്റ് കിട്ടാത്തൊരവസ്ഥ, വിഭജിക്കപ്പെടുന്ന അവസ്ഥ, ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥ, അവഗണന നേരിടുന്ന അവസ്ഥ. ആ അവസ്ഥയിലെല്ലാം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നു, എന്റെ ആർട്ടിക്കിൾ 14 നിഷേധിക്കപ്പെട്ടു, എന്റെ ഇക്വാലിറ്റി നിഷേധിക്കപ്പെട്ടു. എവിടെ? ലോയിന്റെ മുമ്പിൽ എല്ലാവർക്കും ഒരേ റൈറ്റ് വേണം. അവൻ ട്രൈബൽ ആയിക്കോട്ടെ, അവൻ OBC ആയിക്കോട്ടെ, SST ആയിക്കോട്ടെ, ജനറൽ ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരേ റൈറ്റ് വേണം. റൈറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ റിസർവേഷൻ കൊടുക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. എന്നാലും ഏകദേശം ആളുകൾ എല്ലാവരും ഒരേ റൈറ്റ് ഉള്ള ആളുകളായിരിക്കണം. റൈറ്റ് ടു ലോ. അടുത്ത ഡിസ്ക്രിമിനേഷൻ, ആരെയും ഒഴിവാക്കാൻ പാടില്ല. എന്തിന്റെ ബേസിൽ? ഒരു റിലീജിയൻ ആയി പോയതുകൊണ്ട്, ഇന്ന റേസ് ആയി പോയതുകൊണ്ട്, കാസ്റ്റോ, സെക്സോ, പ്ലേസ് ഓഫ് ബർത്തോ കാരണം. JNKയിൽ ജനിച്ച ആളും, നോർത്ത് ഈസ്റ്റിൽ ജനിച്ച ആളും, തമിഴ്നാട്ടിൽ ജനിച്ച ആളും, നമ്മൾ ബംഗാളികൾ എന്ന് വിളിക്കുന്ന ആസാമിൽ ജനിച്ച ആളും, ഒരു മലയാളിക്കും സെയിം അവകാശങ്ങളാണ് ഉള്ളത്. അത് പറയുന്നു ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 16 എല്ലാവർക്കും ജോലി കിട്ടണം. ഗവൺമെന്റ് ജോലി എല്ലാവർക്കും കിട്ടണം. അത് എവിടെ ജനിച്ചവനായിക്കോട്ടെ, ഏത് കാസ്റ്റിലുള്ളവനായിക്കോട്ടെ, ഏത് റേസ് ഉള്ളവനായിക്കോട്ടെ, ഏത് എത്തനിസിറ്റി ഉള്ളവനായിക്കോട്ടെ. ഇപ്പൊ നോർത്ത് ഈസ്റ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ എങ്ങനത്തെ ആൾക്കാരാ? ഒരു ചൈനീസ് മുഖമുള്ള, മംഗോളിയൻ മുഖമുള്ള ആൾക്കാരാ. പക്ഷെ അത് ഇന്ത്യക്കാരല്ലേ? അവരെ എത്തനിസിറ്റി വ്യത്യാസം ഉണ്ടാവും, അവരെ റേസ് വ്യത്യാസം ഉണ്ടാവും. അവൻ ഇന്ത്യക്കാരനാണോ? അവകാശം കിട്ടിയിരിക്കണം. സോ സമത്വത്തിനുള്ള അവകാശം 18 വരെയാണ്. 17ാമത്തത് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അൺടച്ചബിലിറ്റി, തൊട്ട് തീണ്ടായ്മയ്ക്ക് എതിരുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. സോ ആർട്ടിക്കിൾ 14, 15, 16, 17 ഈ ഒരു ഐഡിയയിൽ ഉണ്ടാക്കി വെക്കുക. 14 മുതൽ 18 വരെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ ചോദ്യം എന്തായിരിക്കും? സമത്വവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും എന്നെങ്കിലും ഓർത്തു വെക്കുക. വേറെ എന്ത് ഓപ്ഷൻ വന്നാലും ആ ഓപ്ഷൻ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്ത് കളയണം. അടുത്തത് ഫ്രീഡം, സ്വാതന്ത്ര്യമുള്ള അവകാശം 19 മുതൽ 22 വരെ. 18 വരെ സമത്വത്തിന് പോയി. അടുത്തത് സ്വാതന്ത്ര്യമായി, ഫ്രീഡമായി. ആർട്ടിക്കിൾ 19 ആദ്യത്തേത്. ആർട്ടിക്കിൾ 19 എന്താ? സ്പീച്ചിന്, സംസാരിക്കാനുള്ളത്, കൂട്ടം കൂടാനുള്ളത്, അസോസിയേഷൻ ഉണ്ടാക്കാനുള്ളത്, ഏത് ജോലിക്ക് പോകാനുള്ള ഫ്രീഡം, എവിടെ ജീവിക്കാനുള്ള ഫ്രീഡം, എനിക്ക് ഇന്ത്യയിൽ മൊത്തം കറങ്ങി നടക്കാനുള്ള ഫ്രീഡം. ഈ ഫ്രീഡം എല്ലാം കിട്ടുന്ന എവിടെയാ? ആർട്ടിക്കിൾ 19. സോ ഫ്രീഡം എന്ന് പറയുന്ന കാര്യം, സ്വാതന്ത്ര്യം നമ്മൾ കിട്ടുന്നത് ആർട്ടിക്കിൾ 19. സമത്വം ആർട്ടിക്കിൾ 14 കിട്ടി, സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19 കിട്ടി. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ആർട്ടിക്കിൾ 21, ജീവിക്കാനും അതുപോലെ തന്നെ ലിബർട്ടിയും. എൻ്റെ പേഴ്സണൽ ലിബർട്ടി, എനിക്ക് ഉറങ്ങാനുള്ള സ്വാതന്ത്ര്യം, എനിക്ക് വണ്ടി ഓടിച്ച് നടക്കാനുള്ള സ്വാതന്ത്ര്യം, എനിക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, എനിക്ക് ഭക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, ഇങ്ങനെയുള്ള എല്ലാ സ്വാതന്ത്ര്യം, ഇന്റർനെറ്റ് കിട്ടാനുള്ള സ്വാതന്ത്ര്യം, ബാക്കിയുള്ളവർക്കെല്ലാം കിട്ടുന്ന ലിബർട്ടി, എനിക്ക് ജീവിക്കാൻ, ലൈഫ് ആൻഡ് ലിബർട്ടി എന്ന് പറയുന്നത് 21 ആയിരിക്കും. സോ നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക, ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് സമത്വം, ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം, 21 എന്ന് പറയുന്നത് ജീവിക്കാനുള്ള അവകാശം. ഈ 3 ഗോൾഡൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, ഗോൾഡൻ മൗലികാവകാശങ്ങളാണ്. എന്തായാലും നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം. ഓക്കെ,
സോ ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് കൺവിക്ഷൻ, അതായത് എന്നെ ഒന്നിൽ കൂടുതൽ തവണ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ, ഒന്നിൽ കൂടുതൽ തവണ ഒരേ കാര്യത്തിൽ ശിക്ഷിക്കാതിരിക്കാനുള്ള എന്റെ സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് എഡ്യൂക്കേഷനുള്ള റൈറ്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, എനിക്ക് വിദ്യാഭ്യാസം തരാനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, 20 എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ, 21 എന്ന് പറഞ്ഞാൽ ജീവനുള്ള സ്വാതന്ത്ര്യം, ജീവിക്കാനുള്ള അവകാശം, ഒരു ബേസിക് സിറ്റിസനുള്ള അവകാശം. 21A എന്ന് പറഞ്ഞാലോ ജീവിച്ചാൽ മാത്രം മതിയോ, പോരാ, എഡ്യൂക്കേഷൻ വേണം. 21A എന്ന് പറയുന്ന റൈറ്റ്. അടുത്ത് 22 എന്ന് പറയുന്ന റൈറ്റ് എന്താണ്? അറസ്റ്റ് ചെയ്യാനും ഡിറ്റൻഷനും എതിരെയുള്ള എന്റെ സ്വാതന്ത്ര്യം. വെറുതെ പിടിച്ചാൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, അതിനെതിരെയുള്ള അവകാശം. ഇങ്ങനെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട അവകാശങ്ങളെല്ലാം എവിടെ വന്നു? 19നും 22നും ഇടയിൽ വന്നു. അടുത്തത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. 22 വരെ പറഞ്ഞു, 23, 24. 23 പറയുന്നത് എന്താ? ഫോഴ്സ്ഡ് ലേബർ. ഹ്യൂമൻ ബീയിങ്സിനെ ട്രാഫിക് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? പല ആവശ്യങ്ങളും ആവാം. അവയവങ്ങൾ ദുരുപയോഗം ചെയ്യാനാവാം, ജോലിക്ക് വിടാനാവാം, അവരുടെ ഡോക്യുമെന്റ്സ് എല്ലാം തടഞ്ഞു വെച്ച് ഉപരോധത്തിലാക്കാനാവാം. നമ്മൾ പല സിനിമകളിൽ കണ്ടിട്ടുള്ളതാ. അതിനെതിരെയുള്ള അവകാശം, നമ്മളെ പിടിച്ചു വെക്കുന്നതിനെതിരെയുള്ള അവകാശം, നമ്മളെ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുന്നതിന് എതിരെയുള്ള അവകാശം, നമുക്ക് വേണ്ട ശമ്പളം തരാതെ, നമുക്ക് വേണ്ട സ്വാതന്ത്ര്യം തരാതെ, അതിനെല്ലാം എതിരുള്ള അവകാശമാണ് 23 വരുന്നത്. 24 ചൈൽഡ് ലേബർ, 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കുന്ന ഹസാഡസ് ഫാക്ടറികളിൽ ജോലി ചെയ്യിപ്പിക്കുന്നതിനെതിരെയുള്ള അവകാശം 23, 24. സോ ഈ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ 23, 24 ഓർത്ത് വെച്ചാൽ അറിയാൻ പറ്റില്ലേ? 14 മുതൽ 18 വരെ സമത്വത്തിലേക്ക് പോയി. അതിനുശേഷം 15 മുതൽ താഴോട്ട് 19 മുതൽ താഴോട്ട് എവിടെ പോയി? ഫ്രീഡമിൽ പോയി. പിന്നെ ഇത് രണ്ടും വന്നു, എക്സ്പ്ലോയിറ്റേഷനെതിരെയുള്ള അവകാശങ്ങൾ പോയി. ഇനിയുള്ളത് എന്താ? റിലീജിയൻ, നമ്മുടെ മതം. എനിക്ക് ഏത് മതമാണോ ഇഷ്ടം ആ മതത്തിൽ തുടരാനുള്ള എന്റെ അവകാശങ്ങളാണ് ഇനിയുള്ളത് വരുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കുക. ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 26, 27, 28 ഇവ 4ഉം എന്തിനുള്ള അവകാശ? റിലീജിയന് വേണ്ടിയുള്ള അവകാശ. എന്റെ സ്വന്തം മതം ഏതാണോ ആ മതത്തിൽ എനിക്ക് ജീവിക്കാനുള്ള അവകാശം. ആ മതത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം ടാക്സുകൾ, ഒരു മതത്തിന് വേണ്ടി പ്രത്യേകം ടാക്സ് കൊടുക്കാൻ പാടില്ല. ആ മതം എനിക്ക് പ്രാക്ടീസ് ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനും അതുപോലെ അതിന്റെ ബേസ് ചെയ്ത പ്രൊഫഷൻ സ്വീകരിക്കാനൊക്കെ എനിക്ക് അവകാശമുണ്ട്. അതാണ് എവിടെ വരുന്നത്? 25 മുതൽ 28 വരെ വരുന്നത്. ഇനി ലാസ്റ്റ് ഏറ്റവും അവസാനം വരുന്ന ഒരു പറ്റം അവകാശങ്ങളാണ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അതിൽ എന്താ പറയുന്നത്? മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാര്, ഇന്ത്യയിൽ മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ, അത് ഹിന്ദുക്കളല്ലാതെ ബാക്കി മൈനോറിറ്റീസ്. ഇന്ത്യയിൽ മെജോറിറ്റി ഉള്ള റിലീജിയൻ ഏതാ? ഹിന്ദു റിലീജിയൻ ആണ് മെജോറിറ്റി. അതല്ലാതെ പാഴ്സി, സിഖ്, ക്രിസ്ത്യൻ, മുസ്ലിം ഇവരെല്ലാം മൈനോറിറ്റീസ് ആണ്. ഇവർക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജുകൾ, അവർക്ക് വേണ്ട സ്ക്രിപ്റ്റ്, കൾച്ചർ എല്ലാം പ്രൊട്ടക്ട് ചെയ്യാനുള്ള മൈനോറിറ്റി, പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള അവകാശങ്ങളാണ് എവിടെ വരുന്നത്? 29ലും 30ലും വരുന്നത്. ഇപ്പൊ സ്വന്തമായിട്ടൊരു മുസ്ലിം സ്കൂള് ഉണ്ടാക്കണം, അല്ലെങ്കിൽ പള്ളിക്കൂടം എന്ന് നമ്മൾ വിളിക്കുന്നത് എന്തുകൊണ്ടാ? ക്രിസ്ത്യൻ സ്കൂളുകൾ ഉണ്ടാക്കണം. അല്ലെങ്കിൽ സിഖുകൾക്കോ പാഴ്സികൾക്കോ വേണ്ടിയിട്ട് സ്കൂളുകൾക്ക് ഉണ്ടാക്കാം. അവർക്ക് അവരുടെ എഡ്യൂക്കേഷൻ, മദ്രസകൾ, അതുപോലെ സൺഡേ സ്കൂളുകൾക്ക് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അതെല്ലാം വരുന്നത് 29ലും 30ലുമാണ്. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ഏരിയ ഏതാണ്? ആർട്ടിക്കിൾ 32. ഇതിനെയാണ് അംബേദ്കർ എന്ത് വിളിച്ചത്? ഇതിനാണ് അംബേദ്കർ ഹാർട്ട് ആൻഡ് സോൾ എന്ന് വിളിച്ചത്. ഹാർട്ട് ആൻഡ് സോൾ എന്ന് വിളിച്ചത് ഈ പറയുന്ന അവകാശത്തെയാണ്. ഓർത്തു വയ്ക്കുക. ഓക്കെ, താഴെ എഴുതിയിട്ടുള്ളത് വായിക്കാൻ പറ്റില്ല, പേടിക്കണ്ട. ഇറ്റ്സ് കോൾഡ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ബി ആർ അംബേദ്കർ പറഞ്ഞതാണ്. 32ാമത്തത്. അതായത് ഈ മുകളിൽ പറഞ്ഞ ഏതൊരു മൗലിക അവകാശവും, ഈ മുകളിൽ പറഞ്ഞ ഏതൊരു ഫണ്ടമെന്റൽ റൈറ്റും നിഷേധിക്കപ്പെട്ടാൽ നേരെ കോടതി പോവാം. എവിടെ പോവാം? നേരെ കോടതി പോവാം. 32. ഇത്രയുമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഈ ഒരു ചെറിയൊരു സെഷനിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് നിങ്ങൾക്ക് കാണാതെ പഠിക്കാതെ തന്നെ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ആ ചോദ്യങ്ങളിലേക്ക് പോയാൽ നിങ്ങൾ നോക്കുക. നിങ്ങൾക്കറിയാം അംബേദ്കർ എന്ന് പറയുന്ന ആള് ഒരു ആർട്ടിക്കിൾ അടിപൊളിയാണെന്ന് പറയണമെങ്കിൽ ആ ആർട്ടിക്കിളിന് എന്തെങ്കിലും ഒരു പ്രത്യേകത വേണ്ടേ? അംബേദ്കറിനെ പോലുള്ള ആള് വെറുതെ പറയോ? വെറുതെ പറയില്ല, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ? ആ കാര്യം എന്താണ്? ഈ ഒരു ആർട്ടിക്കിൾ കൊണ്ട് വേറെ ഏത് ഫണ്ടമെന്റൽ റൈറ്റ് ലംഘിക്കപ്പെട്ടാലും കോടതിയിൽ പോകാൻ പറ്റും. ഈ ഒരു ആർട്ടിക്കിൾ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ലോസ് ഉള്ളത് കൊണ്ട് നമ്മുടെ ഏതൊരു മൗലികാവകാശം ലംഘിക്കപ്പെട്ടാലും കോടതി പോകാൻ പറ്റും. അതുകൊണ്ടാണ് അംബേദ്കർ എന്ത് പറഞ്ഞത്? ഇതിനെ സോൾ എന്ന് വിളിച്ചത്. എളുപ്പമായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നമുക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി നമുക്ക് ഉള്ളതെല്ലാം വിളിച്ചു പറയാനുള്ള അവകാശം. എനിക്ക് പറയാനുള്ളതെല്ലാം എനിക്ക് വിളിച്ചു പറയാനുള്ള അവകാശം കിട്ടുന്നത് എവിടെ നിന്നാ? ഏതിലാ? സ്വാതന്ത്ര്യത്തിലാണ്. അത് എവിടെ തുടങ്ങുന്നത്? ആർട്ടിക്കിൾ 19 തുടങ്ങുന്നത്. ആർട്ടിക്കിൾ 19 തുടങ്ങുന്നത്. അതും നമ്മൾ പഠിച്ച കാര്യമാണ്. ഇപ്പൊ എളുപ്പമായ ഒരു കാര്യമാണ്.
അല്ലെ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ സെയിം ആയി പോയി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം 25 എന്താണെന്നറിയാം, നിങ്ങൾക്ക് 26 എന്താണെന്നറിയാം, 29 എന്താണെന്നറിയാം. ഇതൊന്നും എന്തല്ല, ഇതൊക്കെ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടതോ മൈനോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതോ ആണ്. ഇതിൽ ഒരു കാരണവശാലും പ്രസ് വരാൻ പാടില്ല. നിങ്ങൾക്ക് ഏകദേശം ധാരണ ഉണ്ടെന്ന് വിചാരിക്കുക. 14 മുതൽ 18 വരെ സമത്വം, 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യം, 21 മുതൽ താഴോട്ട് റിലീജിയനും മൈനോറിറ്റിയും എല്ലാം. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ചോദ്യമൊക്കെ വളരെ എളുപ്പമാണ്, അല്ലെ? വലിയ കാര്യമൊന്നുമില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വലിയ കഥയൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്ത്? 32 തന്നെയല്ലേ? നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റുകൾ നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് കോടതിയിൽ പോകാൻ പറ്റും. ആ അവകാശം തരുന്നത് ആരാ? ആ അവകാശം തരുന്നത് സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് അവകാശം തരുന്നത്, ആർട്ടിക്കിൾ 32. ഇതുകൊണ്ടാണ് ഈ ആർട്ടിക്കിൾ 32നെ അംബേദ്കർ എന്തെന്ന് വിളിച്ചത്? ഹാർട്ട് ആൻഡ് സോൾ എന്ന് വിളിച്ചത്. കഴിഞ്ഞില്ലേ? ഇത്രയും കാര്യമുള്ളൂ. ഇനി നിങ്ങൾ നോക്കി വെക്കേണ്ട ഒരു കാര്യമാണ് അതിനുശേഷമുള്ള DPSP എന്ന് പറയുന്ന കാര്യം. DPSP എന്ന് പറയാറ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. DPSPയും കൂടെ വായിച്ചു നോക്കുക. ഇനി ഞാൻ DPSP എന്താന്ന് പറയാം. DPSP എന്ന് പറയുന്ന സാധനം, ഫണ്ടമെന്റൽ റൈറ്റും DPSP തമ്മിലുള്ള വ്യത്യാസം എന്താ? ഫണ്ടമെന്റൽ റൈറ്റും DPSP തമ്മിലുള്ള വ്യത്യാസം വളരെ സിമ്പിൾ ആണ്. എന്താ സിമ്പിൾ? ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങളാണ്. DPSP എന്ന് പറഞ്ഞാൽ ഡയറക്ടറി പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നാണ് പറയുക. ഫണ്ടമെന്റൽ റൈറ്റും DPSP തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇന്ത്യ ആദ്യമേ ഒരു ദരിദ്ര രാജ്യമായിരുന്നു. അപ്പൊ ഇന്ത്യക്ക് എന്ത് പറ്റിയില്ല? എല്ലാ അവകാശങ്ങളും ഒറ്റയടിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്ത്യക്ക് കൊടുക്കാൻ പറ്റാത്ത അവകാശങ്ങൾ ഇന്ത്യ എന്താക്കി മാറ്റി? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആക്കി മാറ്റി. ആ തത്വങ്ങൾ വേണം ഇനി അങ്ങോട്ട് നമ്മൾ പയ്യെ നടപ്പിലാക്കി വരാൻ. അതിലാണ് യൂണിഫോം സിവിൽ കോഡ് വരുന്നത്, അതിലാണ് പശുക്കളെ രക്ഷിക്കണം, കൗ പ്രൊട്ടക്ഷൻ വരുന്നത്, അതിലാണ് എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവണം. ഈ പറയുന്ന പോലെ എക്സിക്യൂട്ടീവ് അതുപോലെ ജുഡീഷ്യറി അല്ലെങ്കിൽ പാർലമെന്റ് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവണം. ഇങ്ങനെ ഭാവിയിൽ വേണ്ട കാര്യങ്ങൾ, കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വരണം. അതുപോലെ ഭാവിയിലേക്ക് ഉണ്ടാവേണ്ട കോട്ടേജ് ഇൻഡസ്ട്രിക്ക് നമ്മൾ മുൻഗണന കൊടുക്കണം, വില്ലേജുകൾക്ക് മുൻഗണന കൊടുക്കണം. ഇതുപോലെ അന്ന് 1947 1950 ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മുന്നോട്ട് വെച്ച സിദ്ധാന്തങ്ങളാണ് എവിടെയുള്ളത്? DPSPയിലുള്ളത്. സോ DPSP പൊതുവെ എന്തായിരിക്കും? കുറെ സിദ്ധാന്തങ്ങളായിരിക്കും. കുറെ കണ്ടോ, യൂണിഫോം സിവിൽ കോഡ്, കുട്ടികൾക്ക് കൊടുക്കണ എഡ്യൂക്കേഷൻ, വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യണം, ഇങ്ങനെയുള്ള കുറെ തത്വങ്ങളാണ് അവിടെ ഉള്ളത്. ഇത് രണ്ടും മനസ്സിലാക്കുക. അവിടെ നിന്ന് ആ ചോദ്യങ്ങൾ കൂടുതലും ചോദിക്കുക. നിങ്ങൾക്ക് DPSP ഓരോന്നും ചോദിക്കാൻ സാധ്യതയില്ല, പക്ഷേ ഈ വ്യത്യാസം മനസ്സിലാക്കുക. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? മൗലിക അവകാശങ്ങളായിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്, DPSP എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഈ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് പാർട്ട് 3 ആണ്. ബാക്കിയെല്ലാം കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 4ലാണ് വരുന്നത്. ഇത് പാർട്ട് 4ഉം ഇത് പാർട്ട് 4A വരുന്നത്. ഓക്കെ, പാർട്ട് 3യും പാർട്ട് 4ഉം പിന്നെ പാർട്ട് 4A അങ്ങനെ വരുന്നത്. ഇനി കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണം, ഇതുപോലെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കമന്റ് ചെയ്യുക. കോൺസ്റ്റിറ്റ്യൂഷൻ കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ട്, മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ ഞങ്ങൾ ഇനിയും വീഡിയോസ് ആയിട്ട് വരുന്നുണ്ടാവും. സോ ഇതിന്റെ ക്ലാസ്സസ് ഒക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. CSEയുടെ ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വിജയകരമായിട്ട് ഓടുന്ന ഒരു ബാച്ചാട്ടോ. അങ്ങനെ സാധാരണ ഒരു ബാച്ച് ഒന്നുമല്ല. CSE റിസൾട്ട് കണ്ടവർക്ക് അറിയാം, കുറെ കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ CSEയുടെ പുറകെ തന്നെയാണ്, കുട്ടികളെ ജോലിയിലേക്ക് കയറ്റാൻ വേണ്ടി തന്നെയാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാവുന്നില്ലേ, അല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ ചെയ്യാൻ പറ്റുന്നില്ലേ? കമന്റ് ചെയ്തോളൂ. ഇനിയും വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ടാവും. ഫണ്ടമെന്റൽ റൈറ്റ് എങ്ങനെ പഠിക്കണം, DPSP എങ്ങനെ പഠിക്കണം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റിനെ പറ്റി മാത്രമേ പറഞ്ഞോളൂ. DPSP എങ്ങനെ പഠിക്കണം, എന്താണ് പ്രിയാമ്പിള്, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു സിമ്പിൾ ധാരണ, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. കോഴ്സിലേക്ക് വരിക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, സബ്ജക്ട് വൈസ്, ടോപ്പിക് വൈസ്, ലൈവുകള്, പിന്നെ നിങ്ങൾക്ക് CSEB പഠിച്ച് തഴക്കം വന്ന ഐഡിയ ഉള്ള ഒരാൾ മെൻഡറായിട്ടും ഇതെല്ലാം ഇവിടെ ഉണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നുള്ളൂ, നമുക്ക് നോക്കാം. ചെറിയ പൈസയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം? CSEBയിൽ നല്ലൊരു മാർക്ക് വാങ്ങിക്കാൻ പറ്റും. നിങ്ങളുടെ പ്രത്യേകത എന്താ? BCom കോർപ്പറേഷൻ കഴിഞ്ഞോ, അല്ലെങ്കിൽ കോർപ്പറേഷൻ ഉള്ളവർക്ക് മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ. സോ നിങ്ങളെ കോമ്പറ്റീഷൻ സാധാ പരീക്ഷ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അവസരം കളയരുത്, ഈ വർഷത്തിനെ വെറുതെ കളയരുത്. പഠിക്കുക, അതിനുള്ള ഓപ്ഷൻസ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ട്, നോക്കുക. സോ എന്ത് സഹായം വേണമെങ്കിലും, എന്ത് സംശയം ഉണ്ടെങ്കിലും വീഡിയോ താഴെ കമന്റ് ചെയ്യാം. ഇനിയും വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ടാവും. എല്ലാവർക്കും എന്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.